21 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. സദൃശവാക്യങ്ങൾ 21:1 വായിച്ചാട്ടെ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. അവൻ അതിനെ തിരിക്കുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഒരു തിരിവ് ചില ഹൃദയങ്ങൾക്കകത്ത് പരിശുദ്ധയാത്മാവ് നൽകുവാനായി പോകുകയാണ്. ഒരു മനം മാറ്റം, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന് ഒരു ചേഞ്ച്. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിൻ്റെ ഹൃദയം, കിങ്ങിൻ്റെ ഹൃദയം, ദ ഹാർട്ട് ഓഫ് കിങ്സ്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്ന നീർത്തോടുകൾ പോലെയാണ്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് ആ രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്ന ഒരുവനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാതിരാജാവായ കിങ് ഓഫ് കിങ്ങിൻ്റെ കയ്യിൽ രാജാവിൻ്റെ ഹൃദയം ഇരിക്കുന്നു. ഈ കിങ് ഓഫ് കിങ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശുവാണ്, രാജാതിരാജനാണ്. ആമേ സ്തുതികൾക്കും സർവ്വപുകഴ്ചകൾക്കും ബഹുമാനത്തിനും യോഗ്യനായ രാജാക്കന്മാരെ വാഴിക്കുവാനും ഇരുത്തുവാനും എഴുന്നേൽപ്പിക്കാനും കാലങ്ങളെയും സമയങ്ങളെയും ആമേ ഒക്കെ മാറ്റാൻ കഴിവുള്ള രാജാതിരാജാവായ നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരുപക്ഷെ ആയിരിക്കുന്ന ദേശത്തിൽ, ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്ന ഒരുപക്ഷെ സ്ഥാപനങ്ങളിൽ, ആമേ നമ്മുടെ ബോസ് ആകട്ടെ, നമ്മുടെ ദേശത്തിൻ്റെ പ്രഭുക്കന്മാരാകട്ടെ, മേലധികാരികളാകട്ടെ, ആമേ ഇവരുടെ ഒക്കെ ഹൃദയം ആമേ യഹോവയുടെ കയ്യിലിരിക്കുന്നു. ആമേൻ, സ്തോത്രം. സകല ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനായ ദൈവം. ആമേ, അത് ശോധന ചെയ്യുക മാത്രമല്ല, ആ ഹൃദയം മുഴുവൻ ആമേ ഇരിക്കുന്നത് ആ സർവശക്തനായ ആമേ രാജാതിരാജാവായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവരുടെ ഹൃദയത്തെ തിരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേ, ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഒരുപക്ഷെ ആമേൻ സ്തോത്രം, സാഹചര്യങ്ങളൊക്കെ നമുക്ക് എതിരാണെങ്കിലും ആമേൻ സ്തോത്രം, ആമേൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇല്ല എങ്കിലും ആമേ സാഹചര്യങ്ങൾ നമുക്കെതിരാണ്. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് വേണ്ട ഡിഗ്രി ഇല്ല, നമുക്ക് വേണ്ട പണം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ കാണത്തില്ല, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ മാനുഷികമായ ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടാകത്തില്ല. എന്നിരുന്നാലും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഭക്തനെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിനക്കു വേണ്ടി അന്തഃപുരങ്ങൾക്കകത്തും അരമനകൾക്കകത്തും രാജാക്കന്മാരുടെ ഉള്ളങ്ങളോട്, ആമേൻ മേലധികാരികളുടെ ഉള്ളങ്ങളോട്, ആമേൻ ആമേൻ നിന്റെ ബോസിൻ്റെ ഹൃദയത്തോട്, ആമേൻ നിനക്കു വേണ്ടി അനുകൂലമായി ഇടപെടാൻ കഴിയുന്ന അവരുടെ ഹൃദയത്തെ ആമേൻ നിനക്കു വേണ്ടി പിരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ ഇന്ന് നിന്റെ കുടുംബത്തിൽ ചിലർ നിനക്ക് വിരോധമായിട്ടിരിക്കുകയായിരിക്കാം. നിന്റെ ആമേൻ ദേശത്തിൽ, നിന്റെ കൂട്ടുകാരിൽ, നിന്റെ ചർച്ചക്കാരിൽ ആമേൻ ആമേൻ ചിലരുടെ ഹൃദയങ്ങൾ നിനക്ക് അനുകൂലമായി ദൈവം തിരിക്കാൻ പോവുക. എവിടെയാണോ പിശാച് നിനക്കെതിരായി ജനത്തിന്റെ ഹൃദയത്തെ തിരിക്കുവാൻ ശ്രമിച്ചത്, എവിടെയാണോ പിശാച് നിനക്കെതിരായി ദുഷ്ടതയുടെ മേഖലകളെ ചലിപ്പിക്കാൻ നോക്കിയത്, ആമേൻ എവിടെയാണോ കൂട്ടം കൂടാൻ ശ്രമിച്ചത്, എവിടെയാണോ ഹൃദയങ്ങളെ തിരിക്കാൻ ശ്രമിച്ചത്, എന്നാൽ ഇതൊരു സീസണാണ്. ഈ സീസണിൽ നിനക്കെതിരായ ഹൃദയങ്ങളെ ദൈവം അനുകൂലമാക്കത്തക്ക രീതിയിൽ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെയാണ്. ആമേൻ ആമേൻ, അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക, ചില അനുകൂലമായ ആമേൻ 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 റിസൾട്ടുകൾ, ചില അനുകൂലമായ ഹൃദയങ്ങൾ, ചില അനുകൂലമായ സംസാരങ്ങൾ, ചില അനുകൂലമായ മെസ്സേജുകൾ, ചില അനുകൂലമായ ഇടപെടലുകൾ ആമേൻ ആമേൻ നിന്റെ വിഷയത്തിനകത്ത് ആമേൻ സംഭവിക്കാൻ പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എവിടെയെങ്കിലും നിന്റെ പേപ്പർ, എവിടെയെങ്കിലും നിന്റെ
ആപ്ലിക്കേഷനുകൾ ചില വ്യക്തികളുടെ ഹൃദയത്തെ പിശാച് കഠിനമാക്കി അതിനെ മാറ്റി വെച്ചിരിക്കുന്നെങ്കിൽ നിന്റെ പേപ്പർ എടുക്കത്തക്ക രീതിയിൽ, നിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് വരത്തക്ക രീതിയിൽ ചിലരുടെ ഹൃദയങ്ങൾക്കകത്ത് സ്വർഗം ചില തീർപ്പുകൾ കൽപ്പിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലോ അവരെ രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന സഹോദരി, യാചിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര, നിനക്കു വേണ്ടി ചിലരുടെ ന്യായാധിപന്മാരുടെ ഹൃദയത്തെ അനുകൂലമാക്കി തിരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവചിച്ചു പറയാൻ പറയുന്നു. ഷറാമന ഹത്തൽ കനകടകരകനകടക. പലപ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞെങ്കിലും, പലപ്പോഴും അവളുടെ വിഷയത്തെ ന്യായാധിപൻ മാറ്റിവെച്ചെങ്കിലോ, അവന്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ ഇവളുടെ വിഷയത്തിന് ഞാൻ തീർപ്പ് വരുത്തുമെന്ന് ആമേൻ 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 ആമേൻ. ആ ന്യായാധിപന്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ചിന്ത, ഒരു ശങ്ക കൊണ്ടുവന്ന ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജോലി സ്ഥാപനത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നീ അയച്ചിരിക്കുന്ന ആപ്ലിക്കേഷനകത്ത് നിനക്കു വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കരം അർമാന ഷെക്കോറോബിയാന ലെക്കേമി അർത്തുനു റുകുബു ഷെക്കേനി അന്തല സത്തേനിയ. എൻ്റെ ദൈവം ഹൃദയങ്ങളെ തിരിക്കാൻ കഴിവുള്ള ദൈവമാണ്. ആമേൻ 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 ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നലകളിൽ എവിടെയൊക്കെ പിശാച് നിനക്കെതിരായി വ്യക്തികളെ, ഹൃദയങ്ങളെയൊക്കെ തിരിച്ചോ, അവിടങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു അനുകൂലം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവം നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ശത്രുക്കളെ പോലും അവൻ നമുക്ക് അനുകൂലമാക്കും, അവരുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നാം വന്നാൽ അവിടെ ദൈവജനത്തിന് വിരോധമായി പ്രതികൂലം പൊങ്ങിയ അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാരെ മുഴുവൻ കൊന്നു മുടിക്കേണ്ടതിന് രാജാവിൻ്റെ പക്കൽ നിന്നും രേഖയൊക്കെ പുറപ്പെടുവിക്കുന്ന, കൽപ്പന പുറപ്പെടുവിക്കുന്ന അവസ്ഥയ്ക്കകത്ത് മൊർദെഖായി ഈ വിവരം എസ്തേറിനോട് അറിയിക്കുമ്പോൾ എസ്തേർ പറയുകയാണ്, എന്നെ രാജാവിൻ്റെ സന്നിധാനത്തിങ്കൽ ചെന്ന് നീ നിന്റെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കണമെന്ന് മൊർദെഖായി എസ്തേറിനോട് പറയുമ്പോൾ എസ്തേർ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ രാജാവ് വിളിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. രാജാവിൻ്റെ കൽപ്പനയില്ലാതെ അന്തഃപുരത്തിനകത്തേക്ക് കയറാൻ കഴിയത്തില്ല. രാജാവിൻ്റെ കൽപ്പനയില്ലാതെ അന്തഃപുരത്തിലേക്ക് കയറിയാൽ രാജാവ് തൻ്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടണം. അതായത് രാജാവിൻ്റെ ഹൃദയം അവർക്ക് അനുകൂലമാകണം. അനുകൂലം ആയി ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ അത് മരണത്തിന് കാരണമായി തീരും. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹിയേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം, എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. ആ രീതിയിൽ ദൈവത്തിൻ്റെ ആനുകൂല്യത, ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ സാന്നിധ്യം, സഖ്യത, കൃപ അവളോട് കൂടെ ഇരുന്നു. എന്നാൽ ഈ എസ്തേർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, രാജസന്നിധിയിലേക്ക് എന്നെ വിളിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് എസ്തേർ പറയുന്ന ഭാഗം നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അത് എഴുതിയിരിക്കുന്ന 4-ാം അധ്യായം 11-ാം വാക്യമാണ്. അതും കൂടെ ഒന്ന് വായിച്ചാട്ടെ. യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ, കണ്ടോ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാൻ ഞാൻ. രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടണം.
അങ്ങനെ നീട്ടിയില്ല എങ്കിൽ, നീട്ടാതിരുന്നാൽ അയാളുടെ നേരെ നീട്ടായാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. കണ്ടോ, എസ്തേർ പറയുകയാണ്, എന്നെ ഈ 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഈ വിഷയവുമായി ഞാൻ എങ്ങനെ കടന്നു ചെല്ലും? ഞാൻ അന്തഃപുരത്തിലേക്ക് കയറി രാജാവിന് എന്നോട് അനിഷ്ടം തോന്നിയാൽ, അവൻ പൊൻചങ്കോൽ നീട്ടിയില്ല എങ്കിൽ കൊന്നുകളയണമെന്നൊരു കൽപ്പനയുണ്ട്. എന്നാൽ എസ്തർ പറയുകയാണ്, പ്രാർത്ഥിപ്പീൻ, ഉപവസിപ്പീൻ. ആമേ. എന്നിട്ട് അവൾ പറയുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, 16-ാമത്തെ വാക്യം: നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചുകൂട്ടി ഉപവസിക്കുക എന്ന് പറയുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് ഭാഗം നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഇവൾ പറയുകയാണ്, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിക്കുക. അങ്ങനെ എസ്തേർ രാജാവിന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. ആമേൻ. അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ, 3-ാം ദിവസം എസ്തേർ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം, 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. ഇന്ന് പകൽ പ്രിയ ദൈവജനമേ, നിയമപ്രകാരമല്ല എങ്കിലും ആമേൻ, സ്തോത്രം, നിനക്കു വേണ്ടി ദൈവസന്നിധിയിൽ ദൈവനാമത്തിനു വേണ്ടി, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി, അവരുടെ നാശത്തിൽ നിന്നും അവരെ വിടുവിപ്പാൻ ആമേ ദൈവസന്നിധാനത്തിങ്കൽ ഇടിവിൽ നിൽക്കുന്ന ആമേ ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്ര, ദൈവനാമത്തിൽ ചുവടുവെക്കുന്ന, പ്രാർത്ഥനയോടെ ചുവടുവെക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയാൻ ഒരു ദൂത് പറയുന്നത്, ആമേൻ, ഇവിടെ ഈ രാജാവ് 30 ദിവസത്തേക്ക് എസ്തേറിനെ വിളിച്ചില്ല. രാജാവിന്റെ ഹൃദയം ഇവളെ കാണുമ്പോൾ എതിരായി ഇരുന്നാൽ, പൊൻചങ്കോൽ നീട്ടിയില്ല എങ്കിൽ അവളെ കൊന്നുകളയണമെന്ന നിയമമുണ്ട്. എന്നാൽ രാജാവ് അന്തഃപുരത്തിനകത്തിരുന്നു. പ്രാകാരത്തിൽ ആ വാതിലിനെതിരായി എസ്തേർ നിൽക്കുമ്പോൾ, ആമേ, അവൾ കടന്നു ചെന്ന് അവിടെ നിൽക്കുമ്പോൾ അവളെ കണ്ട മാത്രയിൽ രാജാവിന്റെ ഹൃദയം അവൾക്ക് അനുകൂലമായി തിരിച്ചു. ദൈവം രാജാവിന്റെ ഹൃദയത്തെ തിരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, രാജാതി രാജാവായവൻ, ആമേ, ആ രാജാതി രാജാവായവന്റെ കരത്തിലാണ് രാജാവായിരിക്കുന്നത്. രാജാവിന്റെ ഹൃദയം പെട്ടെന്ന് എസ്തറിനെ കണ്ടപ്പോൾ ആമേ, അവന്റെ ഹൃദയം അവൾക്ക് അനുകൂലമായി ദൈവം തിരിച്ചു. രാജാവ് തന്റെ പൊൻചങ്കോൽ എടുത്ത് അവളുടെ നേരെ നീട്ടി. ആമേ, അങ്ങനെയെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക, നിനക്കനുകൂലമായി ചില ദൈവിക ഫേവറുകൾ, ചില ആമേ മേലധികാരികളുടെ, ചില ഉന്നതന്മാരുടെ, ചില രാജാക്കന്മാരുടെ, ചില ആമേ ലീഡേഴ്സിന്റെ, ചില ആമേ എമിഗ്രേഷനുകൾക്കകത്തിരിക്കുന്ന വ്യക്തികളുടെ ആമേ ഒക്കെ ആമേ ഹൃദയം നിനക്കനുകൂലമായി, നിന്റെ പേപ്പറിന് അനുകൂലമായി, നീ അയച്ച നിന്റെ പേപ്പറുകൾക്ക് അനുകൂലമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ ആരുടെ ഹൃദയമാണോ നിനക്കെതിരായിട്ടിരിക്കുന്നത്, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഒരുപക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് ശത്രു ആമേ വാത് മുഴക്കുമ്പോൾ, കുടുംബജീവിതം തകർത്തു കളയുമെന്ന് പറഞ്ഞ് 2 പേരുടെ ഹൃദയങ്ങൾ തിരിച്ചിരിക്കുമ്പോൾ, ആമേൻ, 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 ചില ഹൃദയങ്ങൾ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അനുകൂലമായി തിരിക്കാൻ പോകുകയാണ്. മക്കൾക്കെതിരായി അമ്മയപ്പന്മാരുടെ ഹൃദയമോ, അല്ലെങ്കിൽ അമ്മയപ്പന്മാരുടെ ഹൃദയം ആമേ മക്കൾക്കെതിരായോ, മക്കളുടെ ഹൃദയം അമ്മയപ്പന്മാർക്കെതിരായോ ആമേ തിരിഞ്ഞിരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ദൈവത്തിനെതിരായി ചിലരുടെ ഹൃദയം തിരിഞ്ഞിരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ആമേൻ, ആമേൻ, ആമേ ആലയത്തിനെതിരായി ചിലരുടെ ഹൃദയം തിരിഞ്ഞിരിക്കുന്നു.
മെലീത്തയിലെത്തിയ വിവരം നമുക്കറിയാം. പൗലോസ് മെലീത്തയിലെത്തി തീ കൂട്ടി അവിടെ വിറകുകൾ പിറക്കിയിട്ട് തീ കത്തിക്കുമ്പോൾ ഒരു തന്റെ കയ്യിൽ ചുറ്റി. പെട്ടെന്ന് ആൾക്കാർ പറയുകയാണ്, ഇവന് ഈ നീതിദേവി ഇവൻ ജീവിച്ചിരിപ്പാൻ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. ഇവനൊരു കൊലപാതകനാണ്, ഇവൻ നീതിയുള്ളവനല്ല, ഇവൻ കള്ളനാണ്, ഇവൻ വക്രനാണ്. പലതും ഒരു പക്ഷേ തന്നെ കുറിച്ച് പറഞ്ഞു കാണും. അവരുടെ നാവ് കൊണ്ട് ഈ ഇദ്ദേഹത്തിനെതിരായി, പൗലോസിനെതിരായി പലതും പറഞ്ഞ ജനം. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ ദൈവം പൗലോസിന് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവന് ദോഷമൊന്നും പറ്റിയില്ല. എന്നാൽ ഈ നോക്കിയ ആൾക്കാർ അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് കാത്തു നിൽക്കുകയാണ്. വളരെ നാളുകളായി, വളരെ സമയമെടുത്ത്, മാസമെടുത്ത് നിന്റെ വീഴ്ച കാണാൻ കാത്തു നിൽക്കുന്ന ചിലരുടെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചിലർ വെയിറ്റ് ചെയ്യുകയാണ്. നീ വീർക്കുകയോ, നീ ചീർക്കുകയോ, നീ വീണു പോകുമോ എന്ന് വെച്ച് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടരുടെ മധ്യത്തിൽ നീ വീഴാൻ അനുവദിക്കാതെ നിന്നെ കരങ്ങളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എത്ര പേർ അത് വിശ്വസിക്കുന്നു? 6-ാം വാക്യം പറയുക, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവരുടെ മനസ്സ് മാറി. യേശുവിന്റെ നാമത്തിൽ വളരെ നാളുകളായി, മാസങ്ങളായി നീ വീർത്ത് വീഴും, നീ തകരുമെന്ന് പ്രതീക്ഷയോടെ നോക്കി നിന്നിട്ടും വീഴ്ച കാണാൻ കഴിയാതെ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കുന്നത് കണ്ടിട്ട് ചിലരുടെ ഹൃദയം ദൈവം മാറ്റാൻ പോകുക. ദൈവം നിനക്ക് വിരോധമായി നിന്ന്, വിരോധമായി സംസാരിച്ച, വിരോധമായി പറഞ്ഞ് അവർ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, ഇവന് നീതിയില്ല, നീതിദേവി പോലും കടാശിക്കുന്നില്ല, ഇവനൊരു കള്ളനാണ്, ഇവനൊരു കുലപാതകനാണ്, അങ്ങനെയൊക്കെ നിനക്കെതിരെ അപവാദം പറഞ്ഞ് സ്വതന്ത്രം നിനക്കെതിരെ നിന്ന് നിന്റെ തകർച്ച കാണാൻ കൊതിച്ച ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് നിനക്ക് അനുകൂലമായി പിരിക്കാൻ പോകുകയാണ്. ഇവരുടെ മനസ്സ് മാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ മനസ്സ് മാറിയിട്ട് ഇവര് സ്വതന്ത്രം പറയുകയാണ്. അല്പം കഴിഞ്ഞ് നാം താഴോട്ട് വായിക്കുമ്പോൾ സ്വതന്ത്രം അവര് പറയുക, അയ്യോ ഇദ്ദേഹം ഒരു ദേവൻ. ഇവരുടെ മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ആര് കുലപാതകൻ എന്ന് പറഞ്ഞോ, ആര് നീ കൊള്ളത്തില്ലടി എന്ന് പറഞ്ഞോ, ആര് നിന്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞോ, ആര് നിന്നെ നീ ക്വാളിഫൈഡ് അല്ലെന്ന് പറഞ്ഞോ, നിനക്ക് ഈ സ്ഥാപനത്തിൽ ജോലിയില്ലെന്ന് പറഞ്ഞോ, എവിടെ നീ റിജക്റ്റഡ് ആയോ കുഞ്ഞെ, അവിടെ നീ അക്സെപ്റ്റ് ആകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരുടെ ഹൃദയത്തെ നിനക്ക് അനുകൂലമായി പിരിക്കാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഗുണവും ഒരു നിന്നിൽ നിന്ന് വരുത്തില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തികൾ അല്ലെങ്കിൽ അതേ ഇടങ്ങളിൽ അവരുടെ ഹൃദയം മാറി. യു ആർ എ ബ്ലെസ്സഡ്, നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു, ആമേൻ 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 എന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ മനസ്സിനെ മാറ്റുന്ന ചില ദൈവപ്രവർത്തികൾ ആമേൻ ആമേൻ ഈ ആഴ്ചയിൽ സംഭവിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? അൽക്കര റബല പ്രദന വൈഡൽ കനകടകരഗതിയ ആമേൻ 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 ആമേൻ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ ഇരിക്കുന്ന നീർത്തോടുകൾ പോലെയാണ് രാജാവിന്റെ ഹൃദയം. കിങ്സിന്റെ ഹാർട്ട് ആമേൻ ആമേൻ നമ്മുടെ ലോർഡിന്റെ കൈ, നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. യെസ് ആമേൻ. ദൈവം അത് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ പിരിക്കുന്നു. നിനക്ക് അനുകൂലമായി ദൈവം ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ തിരിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. നിങ്ങൾക്ക് അനുകൂലമായി ചില രേഖകൾ തിരിയാൻ പോവുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായി ദൈവം ആമേൻ ആമേൻ എഴുന്നേൽക്കുകയാണ്. എത്ര വ്യക്തികളുടെ ഹൃദയം നിങ്ങൾക്കെതിരായി നിന്നാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ അവരുടെ ഹൃദയങ്ങൾ പതുക്കെ തിരിയും. നിനക്കെതിരെ ആമേൻ 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 നീ കുലപാതകൻ എന്ന് പറഞ്ഞവർ തന്നെ ആമേൻ സ്തോത്രം ആമേൻ അവരുടെ ഹൃദയം മാറി ആമേൻ അവർ നീ ഒരു ദേവൻ എന്ന് പറയത്തക്ക രീതിയിൽ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ചിലരുടെ ഹൃദയങ്ങളെ ദൈവം
എന്നോട് ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചില ജോലിയിടങ്ങളിൽ, ജോലി സ്ഥാനങ്ങളിൽ നിനക്കെതിരെ ആമെ കുരള പറയുന്ന, നിനക്കെതിരെ ആമേൻ ആരോപണം ഉയർത്തുന്ന, നിനക്കെതിരായി നിൽക്കുന്ന ആ സൂപ്പർവൈസർ, നിനക്കെതിരായി നിൽക്കുന്ന ആ വ്യക്തികൾ, അവരുടെ ഹൃദയങ്ങളെ ദൈവം ഈ പകൽ തൊടുകയാണ്. നീ അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോ. ആ വ്യക്തികളെ നിന്റെ കൺമുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അവരെ ആമെ കണ്ടുകൊണ്ട് അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോ. അവരുടെ ഹൃദയത്തെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. നീ കണ്ടിട്ടില്ലാത്ത റിസൾട്ട് ആമേൻ അവിടെ വെളിപ്പെടാൻ പോവുകയാ. കർത്താവേ, ആമേൻ ഞങ്ങളുടെ പേപ്പറുകൾ എത്തുന്ന ഇടങ്ങളിൽ, ആമേൻ 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 നിന്റെ ജനത്തിന്റെ ആപ്ലിക്കേഷനുകൾ എത്തുന്ന ഇടങ്ങളിൽ ആമേ ആ മേലധികാരികളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി തിരിയട്ടെ. ആമേ ആ ഹൃദയങ്ങളെ ആമേൻ ആമേ തടഞ്ഞു വെച്ചിരിക്കുന്ന, ആ ഹൃദയങ്ങളെ എതിരാക്കി വെച്ചിരിക്കുന്ന ദുഷ്ട മേഖലകൾ പൊട്ടിമാറട്ടെ. ആ ഹൃദയങ്ങൾ അനുകൂലമാകട്ടെ. ആ ഹൃദയങ്ങൾ തിരിയട്ടെ. ആമേൻ 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 ആമേൻ. ക്ലോക്കിൽ സൂചി തിരിയുന്നത് പോലെ, ആമേൻ സ്തോത്രം, ആന്റി ക്ലോക്ക് വൈസ് ആ സൂചി തിരിയുന്നത് പോലെ എതിരായ ഹൃദയങ്ങൾ തിരിഞ്ഞു വരട്ടെ. ദൈവപ്രവൃത്തിയായി തീരും. കർത്താവെ, അങ്ങത് ചെയ്തിരിക്കിയാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമായി, രാജാതിരാജാവ് നമുക്ക് അനുകൂലമായി? ആമേൻ, സ്തോത്രം. ആമേൻ. അവന്റെ ഹൃദയം, രാജാവിന്റെ ഹൃദയം നമുക്ക് അനുകൂലമായി ദൈവം തിരിക്കും. വ്യക്തികളുടെ ഹൃദയം അനുകൂലമായി തിരിക്കും.